ഈ മോന് എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള മോനാണ്. നല്ല പഠിക്കും. 10ാം ക്ലാസ്സിൽ വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവന് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുമെന്നും പറഞ്ഞത് എന്നോട് അവന്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള കുട്ടി കേട്ടോ. അപ്പം പറഞ്ഞു, ചേച്ചി ഞാൻ എന്തായാലും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്നു. പിന്നെ ആണെങ്കിൽ എൻ്റെ ഫോൺ എന്നും നന്നാക്കൽ അവനാണ്. ഏത് ടൈമിൽ വന്നാലും അവൻ നന്നാക്കും. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നല്ല മെനിയാന്ന് അവൻ വന്നിട്ട് ചായക്ക് ഒരു കനം വാങ്ങാൻ വേണ്ടി കോരങ്ങാട് ഹോട്ടലിലേക്ക് പോയതാണ്. ആ പോക്ക് പോയതാണ്. പിന്നെ അവൻ തിരിച്ചു വന്നില്ല അതുവരെ. ഇപ്പം മരിച്ചു എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ. കാരണം നല്ലൊരു മോനെന്ന് വെച്ചാൽ നല്ല നിഷ്കളങ്കനായ ഒരു മോനാണ്. ആരോടും ഒന്നിനുമില്ല. വീട്ടിലാണ് അവരൊപ്പ 4 കുട്ടികളാണുള്ളത്. ആ 4 കുട്ടികളിൽ മൂന്നാളെപ്പോൾ ഒരാൾ പോയി. അവന് പിന്നെ 4 കുട്ടികളെയും അവരൊപ്പം എന്താ ചെയ്യൽ, മുറ്റത്തേക്ക് പോലും ഇറക്കാൻ ഇഷ്ടമല്ല. ഒരു വീട്ടിൽ പോകണതോ വേറൊരു കാര്യത്തിനൊന്നും അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് ആ മോനെ. അപ്പം അങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുന്ന മോനാണ് ഇങ്ങനൊന്നും സംഭവിച്ചത്. ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. ഞങ്ങൾക്ക് നമ്മുടെ നാട് പോകുന്ന ഒരവസ്ഥയാണ് കുട്ടികൾ തമ്മിലുള്ള സംഘർഷം. അതെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ഈ അടിച്ചു കൊന്നൊരു എന്താണ് MD ഉണ്ടോയെന്നോ അല്ല ലഹരി ഉണ്ടോയെന്നോ വേറെ ഉണ്ടോയെന്നോ ഒന്നും അറിയില്ല. ഇവർ നല്ലോണം കൂട്ടിക്കൊണ്ടുപോയി നല്ലവണ്ണം അടിച്ചായിട്ട് കൊന്നതെന്ന് പറയാനുള്ളത്. വേറൊന്നും നമുക്ക് അതിൽ പറയാനില്ല. അത്രയും നല്ല നിഷ്കളങ്കനായ ഒരു മോന്.